ഹായ് ഫ്രണ്ട്സ്, ഇത് ബെങ്ക് എന്ന് പറഞ്ഞ ഒരു പ്രൊജക്ടറാണ്. ബെങ്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു പ്രൊജക്ടറാണ്. ഒരു ചെറിയ പ്രൊജക്ടറാണ്, എന്നാൽ അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഒരു കമ്പനിയാണ് ബെങ്ക്. നല്ല കമ്പനിയാണ്, വില കുറവും ഗുണം മെച്ചമുള്ള ഒരു കമ്പനിയാണ്. ചൈന കമ്പനിയാണെന്ന് വിചാരിക്കുന്നു. ഏത് രാജ്യമാണെന്നുള്ളത് ഇതിൽ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ചൈനയാണെന്ന് തോന്നുന്നു ബെങ്ക്. പണ്ട് ഇതിൻ്റെ ഡിസ്കൊക്കെ ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് ഇപ്പോൾ പവർ വന്നു. പവർ നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ പവർ ഓണാക്കി ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ശരിക്കും ഇത് പ്രൊജക്ടറാണെങ്കിൽ പവർ ഓണാക്കി കഴിഞ്ഞാൽ അവിടെ ലൈറ്റ് കത്തണം. ലൈറ്റ് കത്തിയിട്ടില്ല. ലൈറ്റ് കത്താതെ ഓണായി കഴിഞ്ഞപ്പോൾ ഇതാണ്ട് ഫാൻ ഓണായിട്ടുണ്ട്. ലൈറ്റിന്ന് ഫാൻ എൻ്റെ കയ്യെ കാറ്റടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഓണായെന്ന് പറഞ്ഞ്. ലൈറ്റിന്ന് തെളിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ലൈറ്റ് ബൾബ് പോയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രൊജക്ടർ ഒന്ന് തുറന്നു നോക്കാം. ഇതിൻ്റെ ഔട്ട്പുട്ട് കണ്ടോ, HDMI 1, HDMI 2, പെൻ ഡ്രൈവ്, ഓഡിയോ ഔട്ട്, VGA ഔട്ട്. ഓക്കെ, ഇത്ര ഔട്ടുള്ള ഒരു പ്രൊജക്ടറാണ്. നമുക്ക് ഈ പ്രൊജക്ടർ ഒന്ന് തുറന്നു നോക്കാം. ആദ്യം ഇതിൻ്റെ സ്ക്രൂ എല്ലാം അയക്കാം. മാറിക്കേ, സ്ക്രൂ അഴിക്കുന്നോ? സ്ക്രൂ സ്ക്രൂ ഇവിടെ രണ്ടാമത്തെ സ്ക്രൂ, ഇവിടെ മൂന്നാമത്തെ സ്ക്രൂ, ഇവിടെ നാലാമത്തെ സ്ക്രൂ, ഇവിടെ അഞ്ചാമത്തെ സ്ക്രൂ. അപ്പോൾ അഴിച്ചു വരി, എല്ലാം ലൂസ് ചെയ്ത് വെച്ചിടും. അപ്പോൾ സ്ക്രൂ എല്ലാം അഴിച്ചോ. സ്കൂട്ടർ പോലെ ഞാൻ ചെയ്ത സ്കൂട്ടർ എടുത്തോ, മഞ്ഞ പിടിയുള്ള അത് കറക്റ്റാണ്. അത് ചുറ്റുന്നില്ലല്ലോ. എന്തോ ഒട്ടുന്നുണ്ടല്ലോ. ഒരു ഇത് ഞാൻ ലോക്ക് എല്ലാ സ്ക്രൂ എടുത്തല്ലോ അല്ലേ? ഇല്ലല്ലോ, അവൻ്റെ പൊട്ടിപ്പോയെങ്കിൽ ഇതിങ്ങനെ ഇത് കറക്റ്റാണ്. ഇതിന് യാതൊരുവിധ ഇതുമില്ല, ഒന്നുമില്ല. അത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കൊറിയറിലൊക്കെ അയച്ചു കഴിയുമ്പോൾ പല സാധനങ്ങളും ഡാമേജ് ആകുന്നുണ്ട്, മിസ്സാകുന്നുണ്ട്. ഇപ്പോൾ കൊറിയറുകാർ ഒട്ടും ശ്രദ്ധിക്കുന്നില്ലെന്നാണ് പരാതി. ഇതിനകത്ത് DVD ഡിസ്ക് ഉണ്ട്, കവറുണ്ട്, പിന്നെ റിമോട്ടുണ്ട്, പിന്നെ അതിൻ്റെ അഡാപ്റ്ററുണ്ട്, HDMI കോഡുണ്ട്, അതിൻ്റെ ഫുൾ സാധനങ്ങളുണ്ട്. ഓക്കെ, ഒന്നും വേണ്ട, കുഴപ്പമില്ല. ഇപ്പം നല്ലത് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഈ കൊറിയറുകാർ വളരെ കെയർലെസ്സാണ്. കൊറിയറിൽ നമ്മളിവിടുന്ന് കറക്റ്റ് എത്ര നല്ലതായിട്ട് പാക്ക് ചെയ്ത് വിട്ടാലും, ഞാനിന്ന് ആ കൊറിയറുകാരനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് കോട്ടയം വരെ ചെല്ലുന്നിടം വരെ നല്ലപോലെയൊക്കെ പോകും, അത് കഴിഞ്ഞ് ഇവന്മാരെല്ലാം വലിച്ചേറാന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കങ്ങനെ വലിച്ചെറിയുന്ന ഇത്രയും പൈസയും കൊടുത്ത് 300 രൂപയും 400 രൂപയും കൊടുത്ത് ഹാൻഡിൽ വിത്ത് കെയറൊക്കെ എഴുതിയിട്ട് ഓണമായപ്പോഴത്തേക്ക് ഇവർക്കൊക്കെ കൂടുതൽ സാധനങ്ങളായി. അതുകൊണ്ടാണ് ഇത് ഇത്രയും കെയർലെസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അത് പൊട്ടിപ്പോയ കസ്റ്റമർ, പൊട്ടിപ്പോയ ആൾ തന്നെ സഹിക്കണം. കാരണം അഥവാ ഇനി കൊറിയർ അയക്കുമ്പോൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സഹിക്കാൻ തയ്യാറായിട്ട് തന്നെ വേണം അയക്കാൻ. ഇങ്ങോട്ട് വരുമ്പോഴും അങ്ങോട്ട് പോകുമ്പോഴും ഇത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. പണ്ട് ഗൾഫിൽ നിന്നൊക്കെ LED TV 1 ലക്ഷം രൂപയുടെയൊക്കെ LED TV ഇവിടെ വരുമ്പോൾ പൊട്ടിപ്പോവും. ആരോട് സമാനം പറയാനാ? ഉണ്ടാക്കിയ കമ്പനി സമാനം പറഞ്ഞോ? അയച്ചോ സമാനം പറഞ്ഞോ? ആർക്കും സമാനം പറയാൻ പറ്റുകയില്ല. ഇത് അതിനൊരു പ്രത്യേക ഡ്രോപ്പ് ഏരിയ ഉള്ള സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ നമുക്കിത് സാധിക്കും. അപ്പം ഞാനത് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഇവരിത്രയും കൊറിയറുകാർ ഇത്രയും കാശ് മേടിച്ചിട്ട് ഇവർക്ക് ഇതൊന്ന് വൃത്തിയായിട്ട് കൊണ്ടൊന്ന് കൊടുക്കാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞാൽ എന്നാ കൊറിയറുകാരാണ് ഇവരൊക്കെ. ഇതിൻ്റെ ബോർഡ്, ലെൻസിലാണ് ഇത് ഫാന്, ഇത് ഹീറ്റ് സിങ്ക്,
ഇതാണ് ബൾബ്. ഇതിലോട്ടുള്ള ലൈറ്റാണ്. ലൈറ്റിൻ്റെ സപ്ലൈ വരാത്തതാണോ ബൾബ് പോയതാണോ എന്ന് അറിയണ്ടേ. ബൾബിന് പൊങ്ങി വരണം. ഇതെല്ലാം സൈതോ പൊങ്ങി വരുന്നു കേട്ടോ, ഫുള്ള്.
ആൾക്കാർ ഇങ്ങനെ കിടന്ന് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക. ഞാനിവിടെ ജോലി ചെയ്യുന്നത് ഫോൺ എടുക്കാൻ പോയാൽ വല്ല പരിപാടിയും നടക്കും, വല്ല പണിയും നടക്കുമോ? രാവിലെ തൊട്ട് ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക ആൾക്കാർ, ഫോണും എടുത്തുകൊണ്ട് നടക്കുക. ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഫോൺ എടുക്കുകയുള്ളൂ. ഫോൺ എടുത്തില്ലെന്ന് പറഞ്ഞാൽ മതി, ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരുന്നാൽ മതി, അതാണ്ട് എടുക്കും. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, എടുക്കാവുന്ന ഒരു സമയമാണെങ്കിൽ ഒരു മനുഷ്യന് ഒരു പ്രാവശ്യം വിളിച്ചാൽ ഫോൺ എടുക്കും, പ്രത്യേകിച്ച് ഞാനും എല്ലാവരും. അപ്പോൾ പിന്നെയും ഫോൺ വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, നിങ്ങൾക്ക് ചുമ്മാ പ്രഷർ കൂട്ടാമെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ചെയ്തു കൊടുക്കാനുള്ള കമ്മിറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ട് ഇനി ഞാൻ ഇങ്ങനെ വിളിക്കുന്നവരുടെ കോളൊന്നും ഞാൻ ഇനി അറ്റൻഡ് ചെയ്യുന്നില്ല. എനിക്കത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ കാര്യങ്ങൾ നടക്കത്തില്ല, അതാണ് പ്രശ്നം. ആദ്യം നമ്മൾ പഠിക്കേണ്ട ഒരു സംസ്കാരമുണ്ട്. അതായത് നമ്മൾ ഒരാളെ ഫോൺ വിളിക്കുമ്പോൾ അയാൾക്ക് എടുക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അയാൾ എടുക്കും. അത് എടുക്കുന്നില്ലെങ്കിൽ വീണ്ടും അയാളെ വിളിച്ചുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യും. ചിലപ്പോൾ പള്ളിയിലായിരിക്കും, ചിലപ്പോൾ അപ്പിയിട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. മനുഷ്യന് എന്തെല്ലാം പ്രാഥമിക ആവശ്യങ്ങൾ വേണം, അന്നേരം പിന്നെ ഫോൺ വിളിച്ചുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ട്? ഈ സംസ്കാരം പോലും പഠിക്കാത്ത, എന്നിട്ട് നിങ്ങൾ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറയാൻ മാത്രം വിഡ്ഢികളാണോ നമ്മൾ മലയാളികൾ? പിന്നെ എന്തിനാ നിങ്ങൾക്ക് വിദ്യാഭ്യാസം? വിളിച്ചോളൂ, കുഴപ്പമില്ല. നമുക്ക് വർക്കില്ലാത്ത സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. വിളിക്കുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല, എത്ര വിളിച്ചാലും ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ വിളിച്ചിട്ട് എടുക്കുമ്പോൾ നമ്മൾ വിളിച്ചിട്ട് എടുത്തില്ല എന്ന് പറഞ്ഞ് ചൂടാകാതിരുന്നാൽ മതി. നമ്മളോട് ചൂടാകുമ്പോൾ നമ്മുടെയും പ്രഷർ കൂടും, നിങ്ങളുടെയും പ്രഷർ കൂടും. എന്തെങ്കിലും എടുക്കാവുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ ഫോൺ എടുക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അപ്പം എടുക്കാതെ വരുമ്പോൾ ഞാനത് എന്തെങ്കിലും ജോലിയിലോ അസൗകര്യത്തിലോ ആണെന്ന് നിങ്ങൾ ധരിച്ച് മറ്റൊരു അവസരത്തിൽ കുറച്ച് സമയം കഴിഞ്ഞ് നിങ്ങൾ വിളിച്ചാൽ മതി, അപ്പം ഞാൻ എടുക്കും. അപ്പം എന്നോട് ഞാൻ ഫോൺ എടുത്തില്ലെന്ന് പറഞ്ഞ് 1-2 ആൾക്കാർ എന്നോട് ചൂടായതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞു കേട്ടോ. നമ്മൾ ഫോൺ എപ്പോഴും കൈ പിടിച്ചുകൊണ്ട് നിന്നാൽ നമ്മൾ ജോലി ചെയ്യുമോ? നമ്മളൊരു ജോലി ചെയ്യുന്ന ആളല്ലേ. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ ഒരാളെ ഫോൺ വിളിക്കുകയാണെങ്കിൽ 1 പ്രാവശ്യം വിളിക്കും, അല്ലെ 2 പ്രാവശ്യം വിളിക്കും. 2 പ്രാവശ്യം വിളിച്ചിട്ടും അയാൾ എടുത്തില്ലെങ്കിൽ ഞാൻ പിന്നീട് ഒരു അവസരത്തിലേ വിളിക്കുകയുള്ളൂ. ആ ഒരു സംസ്കാരം നമ്മൾ പഠിക്കണം. നമ്മുടെ ഫോൺ എടുത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്തോ വലിയ കുറ്റം ചെയ്ത രീതിയിൽ സംസാരിക്കാനോ പെരുമാറാനോ പാടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അതെ, ബൾബ് ഇപ്പം ഞാനെടുത്ത് ചെക്ക് ചെയ്തു, ആ വോൾട്ടേജിൽ ബൾബ് കത്തുന്നുണ്ട്. അപ്പോൾ ബൾബിൻ്റെ പ്രശ്നമല്ല, ആ ബോർഡിലെ കംപ്ലൈൻ്റ് ആണ്. അതെന്താണെന്ന് നമ്മളിപ്പോൾ ബാക്കി നോക്കുകയാണ്. എവിടെ പോയി ഫോണോട് കൊണ്ടുപോകണം, ഇവിടെ കിടന്ന ആൾക്കാർ വിളിയോട് വിളി. ആ ബ്ലൂടൂത്ത് സ്പീക്കർ കൂട്ടില്ലേ, അതിൽ
ചാർജ് ചെയ്യാൻ കംപ്ലൈൻറ്റ് ഉള്ളോ? വലുതാണോ? ആ മേലെ ധൃതി വെട്ടതെന്ന് പറയണം. ധൃതി വെച്ചാൽ അന്നേരം തിരിച്ചു തരുമെന്ന് പറയാം. ഓക്കെ, നോക്കട്ടെ, അയച്ചു നോക്കിയിട്ട് ഈസി ആയിട്ട് ചെയ്യാമെന്നാണ് പെട്ടെന്ന് എല്ലാം റിട്ടേൺ ചെയ്യും. ഓക്കെ. ഞാൻ കൂടി തരുക നോടെ നോട്ടെ അത് നിനക്ക് ചെയ്യാൻ പറ്റുമേ. നമ്മളെത്തു ഇതെന്ന് പറഞ്ഞാൽ രണ്ട് ഇവിടെ വരും. ഇവിടെ ഒരു സ്ക്രൂ ഇതെല്ലാം നട്ടി ഇവിടെ കൂടെ ഇറങ്ങി ഇതാണ്. ഇത് നെറ്റ് ഇറക്കിയിട്ട് വേണം ഈ സ്ക്രൂ വെക്കാം. മനസ്സിലായോ? കറക്റ്റ് സ്ക്രൂ ആണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ സാധനം ഇത് കീസിംഗ് മനസ്സിലായി? കീസിംഗ് ഇങ്ങനെ അവിടെ അവിടെയല്ല ഇവിടെ ഇങ്ങനെ മനസ്സിലായി? അപ്പം ഞാൻ വെച്ചത് വലിയ ഞാൻ കത്തിക്കാറുണ്ട്. അത് മൊബൈൽ കിട്ടിയാൽ മറിച്ചില്ല. ഒന്നുകൊണ്ടാണ് സൂപ്പായിട്ട് കത്തി. അപ്പോൾ വോൾട്ടേജ് അവിടെ വരുന്നില്ല. ഇതല്ല ഇതിനിട്ട് കൂട്ടി ഇതല്ല മുറികെ കേട്ടോ. ഓക്കെ, ഞാൻ ഇപ്പോഴത്തെ ഇവിടെ ഇതിനിട്ട് ഈ കത്തതാണ് അതിനല്ലേ കുഴപ്പമില്ല. അതല്ലല്ലോ അപ്പം ഇച്ചിരി മാറാനുണ്ട്. ഓക്കെ, അത് ഇനി അടുത്തത് ഇതിൻ്റെ കാര്യമൊന്നുമില്ലാണ് നമ്പറാണ് മാത്രം എടുത്താൽ മതി. ഹലോ, അങ്ങനെ നിങ്ങൾ വിളിക്കുന്നത് അങ്ങനെ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്യാനല്ലേ? ബുക്ക് ചെയ്താൽ നമുക്ക് വിളിച്ചറിയാൻ പറ്റും. നമ്മൾ കിട്ടാൻ വരുള്ളൂ. അങ്ങനെയല്ല പറഞ്ഞു അപ്പൻ്റെ ചേട്ടന് വേണം. ചോദിച്ചാൽ മറ്റോൻ അപ്പോൾ ഇത് ഹീറ്റ് സിങ്ക് ആണേ. ഹീറ്റ് സിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ഹീറ്റ് സിങ്ക് ആണ്. നമുക്ക് ശരിക്കും ലാപ്ടോപ്പിനകത്തൊക്കെ ഇത് കൂട്ട് ഹീറ്റ് സിങ്ക് വരാറുണ്ട്. ലാപ്ടോപ്പിൻ്റെ പ്രോസസ്സർ ഐസിക്കൊക്കെ ഇത് കൂട്ട് ഹീറ്റ് സിങ്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയും നല്ല ഹീറ്റ് സിങ്കൊക്കെ ചെയ്തിരിക്കുന്നത്.
നല്ല സാധനം, വലിയ കുഴപ്പമൊന്നും പറയാനില്ല. ഇനിയിപ്പം കയറ്റി വെക്കാന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെ ലാമ്പ് കത്തുന്നില്ലായില്ല, ലാമ്പ് ഓക്കെയാണ്. ലാമ്പ് ഞാൻ ചെക്ക് ചെയ്ത് കത്തിയായിരുന്നു. വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ലാമ്പ് കത്തുന്നത് ഞാൻ കാണിച്ചായിരുന്നു. ഒരു വൈറ്റ് കളറിലെ ഒരു LED ആണ്, ഒരു ഗ്ലാസ് പോലെ ഒരു LED അതിൻ്റെ പുറകെ കത്തിയിട്ട് അത് ഇപ്പറേ പിടിച്ച് ചെയ്തുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാണും. പിന്നെ അത് ലാമ്പിൻ്റെ അല്ലെന്നപ്പോൾ മനസ്സിലായി. അപ്പോൾ ലാമ്പിന് വോൾട്ടേജ് നമ്മൾ വേറെ എക്സ്ട്രാ കൊടുത്തപ്പോഴത്തേക്കും ലാമ്പ് കത്തി. അപ്പോൾ ഇത് ബോർഡിൽ നിന്ന് ലാമ്പ് വരാത്തതാണ്, ലാമ്പിനുള്ള വോൾട്ടേജ് വരാത്തതാണ്. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ബോർഡ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ തൽക്കാലം നമ്മളിത് പാക്ക് ചെയ്ത് വെക്കാം. പാനലായിരിക്കും, പാനൽ കംപ്ലൈൻ്റ് ആയിരിക്കും സാറേ. പാനൽ കംപ്ലൈൻറ്റ് ശരിയാക്കിയാലും ലാസ്റ്റ് ചെയ്യല, പുതിയ പാനൽ വെക്കുകയാണ് ഏറ്റവും നല്ലത്. പുതിയത് എല്ലാം കണക്കാ. ഇതിപ്പോൾ എത്ര നാൾ ഓടി? പുതിയത് 3 കൊല്ലം തയ്ക്കല. സാംസങ് ഒരു സാധനവും നമുക്കിപ്പോൾ റെക്കമെൻഡ് ചെയ്യാൻ മേലാത്തത്ര മോശമായ കാലാവസ്ഥ. അപ്പൊ ഇനി അടുത്ത LG നോക്കാം. LG സാംസങ്ങിനേക്കാളും ബെറ്റർ ആയിരിക്കാം. പിന്നെ ഇതൊക്കെ ഒരു ഭാഗ്യമാ, പറഞ്ഞ മനസ്സിലായില്ലേ? തക്കാലം LG മേടിയില്ല. LG ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. LG ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. വീഡിയോ ഓണാക്കണോ? നല്ല സൂട്ടറാണ്, പിടിക്കുന്നില്ല അത്.
അതൊന്നും ഇല്ല. എന്നാ കംപ്ലൈൻ്റ് ആണെന്ന് ചോദിച്ചു. ഏത് കമ്പനിയാന്ന് ചോദിച്ചേ? കമ്പനി ഏതാന്ന് ചോദിച്ചേ? കമ്പനി ഏതാന്ന് ചോദിച്ചേ? ആ പോക്കറ്റ് സീവ് സ്കാൻ അല്ല, മറ്റേ ചേട്ടൻ്റെ അല്ലേ, മറ്റേ റിമോട്ട് നമ്മളെ ഒന്ന് മേടിച്ച ചേട്ടനാണോന്ന് ചോദിച്ചേ? ആ ശരിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ആ അതിന് 500 രൂപ. അതൊക്കെ മതിയേ. നമ്മൾ ചെറിയ പൈസ അല്ലേ മേടിക്കാറുള്ളൂ. ഇതിനാണ് നോസ്പ്ലേ അറിഞ്ഞരുത് മുറുക. എന്നാടി ചോദിച്ചോളാൻ പറ, കേൾക്കുന്നുണ്ടോ? എന്നാ ഏത് സെറ്റാ? പിന്നെ AVR ആണോ? ചെയ്തെടുത്ത അല്ലേ? ആ അതോ എന്താന്ന് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. നമുക്കിപ്പം
ആവശ്യത്തിന് ആംബിയർ ഇല്ലെങ്കിലും ട്രിപ്പായി പോവും. ആംബിയർ വരുന്നുണ്ട്. ഞാൻ ട്രാൻസ്ഫോർമർ സെറ്റ് ചെയ്തു. ട്രാൻസ്ഫോർമർ ആംബിയർ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ആ ട്രാൻസ്ഫോമർ അലുമിനിയം ആണോ കോപ്പറാണോ? അതൊരു കോപ്പറാണ്. കോപ്പറാ. അപ്പോൾ പിന്നെ കുഴപ്പം പറഞ്ഞ കാര്യമില്ല. ആ ആ അപ്പോൾ പിന്നെ നോക്കിയാലല്ലേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ. എങ്ങനെ പ്രൈസ് വരുന്നുണ്ട്? അതിന് 1750 രൂപ. 1780. ആ